നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ ഈ ചാനലിൽ കുറേയധികം വാക്വം ക്ലീനറുകൾ അൺബോക്സ് ചെയ്യുക, റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ പലരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ചേട്ടാ വില കുറഞ്ഞ വാക്വം ക്ലീനർ വല്ലതും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ. കാരണം ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തതും റിവ്യൂ ചെയ്തതും ഒക്കെ കുറച്ച് റേറ്റ് കൂടുതലുള്ള ഒരു 5000 രൂപയുടെ മുകളിലേക്കുള്ള വാക്വം ക്ലീനറുകളാണ്. ചിലത് 10,000, ചിലത് 20,000, 25,000 ആ റേഞ്ച് ഒക്കെയുള്ള വാക്വം ക്ലീനറാണ്. അപ്പോൾ ഈ വില കുറഞ്ഞ വാക്വം ക്ലീനർ തപ്പി എനിക്ക് കിട്ടിയൊരു വാക്വം ക്ലീനറാണ് ഈ കാണുന്നത്. വില കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ മുമ്പ് പരിചയപ്പെടുത്തിയ വാക്വം ക്ലീനറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വില കുറവാണ്. അപ്പൊ ഈ ഒരു വാക്വം ക്ലീനറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് യൂണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് കമന്റുകളിലൂടെയും അറിയിക്കാം. തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് അഗാരോ റീഗൽ ലൈറ്റ് പ്ലസ് ഹാൻഡ് ഹെൽഡ് വാക്വം ക്ലീനർ. ഹാൻഡ് ഹെൽഡ് വാക്വം ക്ലീനർ മാത്രമല്ല, ഇതൊരു സ്റ്റിക്ക് വാക്വം ക്ലീനർ ആണ്. 700 വാട്ട്സിന്റെ വാക്വം ക്ലീനർ ആണ് ഇത്. 15 kp ആണ് ഇതിന്റെ സക്ഷൻ പവർ. അതായത് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു സക്ഷൻ കപ്പാസിറ്റി ഈ ഒരു വാക്വം ക്ലീനറിനുണ്ട്. ഇതാണ് നമ്മുടെ വാക്വം ക്ലീനർ. വാക്വം ക്ലീനറിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഡസ്റ്റ് കളക്ടിംഗ് ബിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിന്റെ മോട്ടറും കാര്യങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഏറ്റവും താഴെയായിട്ടാണ് കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കേബിൾ ആണ് ഇതിനോടൊപ്പം ലഭിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ആണ്. ഈ കാണുന്നതാണ് ഇതിന്റെ ഹാൻഡിൽ. നല്ല ഗ്രിപ്പ് ഉള്ള ഒരു ഹാൻഡിലാണ്. ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഹാൻഡിൽ പിടിച്ചത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഹാൻഡിലിന്റെ ഫ്രണ്ടിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. റെഡ് കളറിലാണ് പവർ ബട്ടൺ വന്നിട്ടുള്ളത്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മെയിൻ യൂണിറ്റോടൊപ്പം മറ്റെന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഈ ആക്സസറീസ് ഒക്കെ എങ്ങനെയാണ് ഈ മെയിൻ യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതോടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് ഇതിനോടൊപ്പം ലഭിച്ച കണക്ടിംഗ് റോഡ്. ഇത് നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം സ്റ്റിക്ക് വാക്വം ക്ലീനർ ആക്കാൻ വേണ്ടി ഈ കാണുന്ന കണക്ടിംഗ് റോഡ് നമുക്ക് മെയിൻ യൂണിറ്റിലേക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം കണക്ടിംഗ് റോഡിൽ നമുക്ക് വേണ്ട ബ്രഷുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ മെയിൻ യൂണിറ്റിലേക്ക് കണക്ടിംഗ് റോഡ് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ബ്രഷ് അറ്റാച്ച്മെന്റ് ഇതേപോലെ ഈ കണക്ടിംഗ് ട്യൂബിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ക്രെവീസ് നോസിൽ. ക്രെവീസ് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാറിന്റെ സീറ്റിന്റെ ഇടഭാഗമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കൈയിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ, അതേപോലെ തന്നെ സോഫയുടെ ഒക്കെ ബാക്ക് സൈഡ് ഇടഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് മൾട്ടി പർപ്പസ് ബ്രഷ്. മൾട്ടി പർപ്പസ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പില്ലോയും ബെഡും അതേപോലെ കർട്ടൻസ് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടി പർപ്പസ് ബ്രഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ക്ലീനിങ്ങിനൊക്കെ തന്നെ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ഈ ഫ്ലോർ ബ്രഷ് ആണ്. ഫ്ലോർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ടൈലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കാർപ്പറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഈ ഫ്ലോർ ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിനോടൊപ്പം ഒരു ഹോസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഹോസ് നമുക്ക് മെയിൻ യൂണിറ്റിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ കാറിന്റെ ഒക്കെ ഡാഷ്ബോർഡിലുള്ള പല ഭാഗങ്ങളിൽ അകത്തോട്ടൊക്കെ പൊടിയോ അഴുക്കൊക്കെ കയറിയിരിപ്പുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ഹോസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ കൈ പെട്ടെന്ന് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലും ഈ ഹോസ് ഉപയോഗിച്ച് വളഞ്ഞു പൊളഞ്ഞു പോയിട്ട് ഇത് ക്ലീൻ ചെയ്തോളും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഹോസ് ആണ്. ഇനി ഫ്ലോർ ബ്രഷ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഫ്ലോർ ബ്രഷ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മെയിൻ യൂണിറ്റിൽ നമ്മുടെ കണക്ടിംഗ് റോഡ് കണക്ട് ചെയ്യണം. ഇനി ഈ റോഡിന്റെ അറ്റത്തായിട്ട് നമ്മുടെ ഫ്ലോർ ബ്രഷും കണക്ട് ചെയ്യുക. ഫ്ലോർ ബ്രഷും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു സ്റ്റിക്ക് വാക്വം ക്ലീനർ ആവും. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന രീതിയിൽ ടൈൽസ് ക്ലീൻ ചെയ്യാനും കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കുറേ അധികം അഴുക്കും പൊടിയൊക്കെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് വലിച്ചെടുക്കുന്നുണ്ട്. 15 kp ആണ് ഇതിന്റെ സെക്ഷൻ പവർ. വലിയ കുഴപ്പമില്ലാത്തൊരു സെക്ഷൻ പവർ ഇതിലുണ്ട്. ഇതിൻ്റെ അതിൽ കുറേ ഡസ്റ്റ് കളക്ട് ആയിട്ടുണ്ട്. ഇതാ കിടക്കുന്നുണ്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ കാണുന്ന ആരോ നോക്കിയിട്ട് ജസ്റ്റ് ഇത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചാൽ കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആകും കേട്ടോ. അൺലോക്ക് ആയതിനു ശേഷം ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനകത്ത് മൊത്തം കളക്ട് ആയിട്ടുണ്ട്. അത് നമുക്കിത് ഇതേപോലെ കളയാം. അതിനുശേഷം ഈ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിലും കുറേ പൊടിയും അഴുക്കും എല്ലാം കയറി ഇതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കണം. മതി ഇതേപോലെ ഊരിയെടുക്കണം. ഈ മോട്ടറിനകത്തിൽ ഡസ്റ്റ് പോകാതെ ശ്രദ്ധിക്കണം. ഊരിയെടുത്തതിന് ശേഷം ഇത് ബ്രഷും എല്ലാം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇത് ഉപയോഗിച്ചതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇന്ന് സോഫ ക്ലീൻ ചെയ്യാൻ, അതേപോലെ കുറച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചു, കാർപ്പറ്റ് ക്ലീൻ ചെയ്തു, അതേപോലെ തന്നെ കാറിന്റെ അകം ക്ലീൻ ചെയ്തു. കാറിന്റെ അകം കുറേ പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇത് വെച്ച് ക്ലീൻ ചെയ്തു. ഇത് കുറച്ചധികം നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ഹീറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഓൺ ആകുന്നില്ല. ഞാൻ ഓർത്തു ഇതിന്റെ പണി കിട്ടി, ഇത് പോയി എന്ന് ഞാൻ വിചാരിച്ചു സത്യത്തിൽ. പക്ഷെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് ഓണായി വീണ്ടും പഴയ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ കണ്ടിന്യൂസ് 1/4 മണിക്കൂർ ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പം ഇത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കട്ട് ഡൗൺ ആയി. ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് അതിലെങ്ങും അത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഡൗൺ ആയിട്ട് വീണ്ടും ഇത് കൂളായി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പം എന്തായാലും അത് നല്ലൊരു ഫീച്ചറാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് മണിക്കൂറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം കത്തിപ്പോകും. അത് ഏത് മോട്ടർ ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്. ഏത് സാധനമാണെങ്കിലും അതിന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം കൊടുക്കുക. ഞാൻ ഇന്ന് അത് ആ ഒരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ചെയ്തില്ല. സാധാരണ ഞാൻ വാക്വം ക്ലീനറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ഉപയോഗിച്ച് ഒരു ഹീറ്റായി വരുന്ന സമയത്ത് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് റിലാക്സ് ആകുന്ന ടൈം കൊടുക്കും. അതിനുശേഷം വീണ്ടും ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ കത്തിപ്പോവും. ഇതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കമ്പനിയുടെ വാക്വം ക്ലീനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിലാക്സ് ആകാനുള്ള ടൈം കൊടുത്തിട്ട് മാത്രം കണ്ടിന്യൂ ഉപയോഗിക്കുക. പിന്നെ ഇതിന്റെ സെക്ഷൻ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 kp ആണ് സെക്ഷൻ പവർ. ആവശ്യത്തിനുള്ള ഒരു സെക്ഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഈ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളിലാണ് ഇത് കൂടുതലും നല്ല രീതിയിൽ വർക്കായത്. പിന്നെ നമ്മൾ ഈ സ്റ്റിക്ക് വാക്കുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, തറയിലൊന്നും അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്ന രീതിയിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 15 kp സെക്ഷൻ പവർ ഒട്ടും കുറവല്ല. അത് ആ ഒരു സെക്ഷൻ പവർ തന്നെ ധാരാളമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനോടൊപ്പം ഉള്ള ഈ ഒരു കേബിളാണ്. സാമാന്യം നല്ല ലെങ്ത് ഉള്ള ഒരു കേബിളാണ്. ഇപ്പോൾ വണ്ടിക്കാവൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലഗ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, 1 കിലോയിൽ താഴെയുള്ള ഇതിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പെരയുടെ വോളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള വാക്വം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കഴിക്കും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ബൈ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ. അപ്പോൾ ആ വീഡിയോകൾ കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.